ശ്രീ എ സജീവൻ, ഈ പാലക്കാട് ഡിവിഷന് മുമ്പിൽ പ്രതീകാത്മകമായി ഒരു സമരം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അതാണ് റംഷാദ് ചോദിച്ചതിലെ പ്രധാന രാഷ്ട്രീയ ചോദ്യം. അതിനൊരു ഒരു രാഷ്ട്രീയ ഉത്തരം കുഴപ്പമില്ല. കൂടി. പ്രതീകാത്മകമായിട്ട് മാത്രം ഇത് നടത്തിയാൽ മതി. കാരണം ഞങ്ങളും ഒരു നാളികേരം ഉടച്ചു എന്ന് വരുത്തണമെങ്കിൽ അങ്ങനെയാവാം. അത് പ്രതീകാത്മകമായിട്ടൊരു മറുപടി കിട്ടണം. അതിന് തീരുമാനത്തിലേക്കല്ലല്ലോ. നമ്മൾ പ്രതീകാത്മകമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നടത്താം. ഇവിടെ CJPയുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന പിന്നെ യുവാക്കൾക്ക് വേണമെങ്കിൽ അവരുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ ഒരു ധർണ നടത്താം. ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയിട്ട് അവർക്ക് പ്രതീകാത്മകമായിട്ട് പ്രതികരിക്കാമായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് പരിഹാരം ഉണ്ടാവില്ല. പരിഹാരമുണ്ട്. ജന്തർ മന്ദറിൽ അവരിരുന്നു, എന്നിട്ട് പോലും പരിഹാരം ഇല്ലാതായപ്പോഴാണ്, അതായത് പ്രധാനമന്ത്രിയൊക്കെ ഉള്ളതിന് മൂക്കിന് താഴെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ഇത്രയും കുറെ ദിവസത്തോളം ഈ പ്രക്ഷോഭം നടത്തി. എന്നിട്ടും പരിഹാരം ഇരുന്നപ്പോഴാണ് അവർ നേരെ പാർലമെന്റിന് നേരെ പോയത്. അതാണ് വേണ്ടത്. കാരണം പരിഹാരത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ പ്രതീകാത്മകത എന്നൊരു വാക്ക് നമ്മൾ പറയില്ല. പ്രതീകാത്മകമായിട്ടല്ല ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, MP മാരെല്ലാവരും അവർ ഡൽഹി കാണാത്ത ആളുകളില്ല. MP മാർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കേണ്ട ആളുകളാണല്ലോ. അവർക്ക് അവിടെ വെച്ച് ഓണത്തിനോ ഏത് ദിവസം വേണമെങ്കിലും അവിടെ ഇതേപോലെ തന്നെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്താം. അത് വെറുതെ പ്രതീകാത്മകമായ ധർണ നടത്തിയിട്ട് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് വെയിൽ ചൂടാവുന്നതിന് മുമ്പ് പോരുന്ന പരിപാടിയല്ല വേണ്ടത്. ഇത് കേരളത്തോടു കൂടി ഉള്ള കടുത്ത അവഗണനയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്ക്, പ്രതികരിക്കാൻ തയ്യാറുള്ള ആളുകൾ, പ്രക്ഷോഭത്തിന് തയ്യാറുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് പ്രതീകാത്മകത എന്ന് പറയുന്നത്. ഞങ്ങളും ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളും ഒരു തേങ്ങ ഉടച്ചു എന്ന് വരുത്താനാണ് എങ്കിൽ ഒരു മറുപടിയുമില്ല. അതങ്ങനെ ചെയ്ത് സംതൃപ്തി അടയാം. പത്രങ്ങളിലൊക്കെ പടം വരും, ചാനലുകളിലൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്ത വരും, ദൃശ്യങ്ങൾ വരും, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എന്ത് മെച്ചമാണ് ഉണ്ടാവുക? ഒന്നാമത്തേത്, നമ്മൾ നേരിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ പ്രക്ഷോഭം നടത്തിയാൽ പോലും ഇളകാത്ത മനസ്സുള്ള ആളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോയിട്ട് പോലും കാര്യമില്ല. കാരണം ഈ സർക്കാർ അവർ തീരുമാനിച്ചതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് എത്രയോ തവണ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പം CJPയുടെ സമരം പോലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വാഗ്ദാനങ്ങൾ കൊടുത്തു. അതുപോലും നിറവേറ്റാത്തതിന്റെ പേരിൽ അവർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ പ്രതീകാത്മകമായിട്ട് പ്രധാനമന്ത്രി പത്രം വായിക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ദൃശ്യങ്ങൾ ചാനലുകളിൽ കാണും എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് മാറും എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ശക്തമായ നമുക്ക് കരഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടാൽ മാത്രമേ, ഇവിടെ പറഞ്ഞ പോലെ നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പരിഹാരം ഉണ്ടാവുക. താല്പര്യം കാണിക്കേണ്ട പ്രതീകാത്മകം ആയിട്ടല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്ക് ഈ പാലക്കാട് ഡിവിഷൻ ഇങ്ങനെ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥ. സേലം മുറിച്ചു മാറ്റിയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല അതിന്റെ അർത്ഥം. അതായത് സേലം മുറിച്ചു മാറ്റുമ്പോൾ ഇതേപോലെ തന്നെ കുറെ വരുമാനമുള്ള ഭാഗങ്ങളൊക്കെ പോവുകയാണല്ലോ ഇതില്. അതിന്റെ അനിവാര്യത എന്തായിരുന്നു ഉള്ള കാര്യം അതായത് അത് എന്റെ കുതിരയല്ല, എന്റെ വയറ്റിലുള്ള കുതിരയല്ലെന്ന് ജഗതി പറയുന്നത് പോലെ ഒരു കഥാപാത്രം. അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേലുവിന് സ്വന്തം നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടാണ് അതിനെ തടഞ്ഞുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സേലം ഡിവിഷൻ മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടായ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ മൈസൂർ ഡിവിഷന്റെ ഭാഗമായിട്ട് ഈ മംഗലാപുരവും മറ്റും പോകുന്നത്. അപ്പൊ അതിന് ആ സമയത്ത് അത് പറയുമ്പോൾ നമ്മളായിരുന്നു, ഇപ്പം കോൺഗ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെ കേരളത്തോട് അവഗണന കാണിക്കാതിരുന്നു എങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡിവിഷൻ മാത്രമല്ല, ഇവിടെ സോണും വരികയായിരുന്നു. സോണിന് വേണ്ടി ആവശ്യം ഉന്നയിക്കാത്തതല്ലോ. സോണിന് വേണ്ടി സമ്പത്ത് പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെയാണ് ഈ കാര്യം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്, പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോണിന് ആ സമയത്ത് കോൺഗ്രസ് ഭരിക്കുകയാണ്. കോൺഗ്രസിന് അവഗണന താല്പര്യമില്ലായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, ഏറ്റവും വലിയ തമാശ, ഞാൻ 10-40 വർഷം മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. നടത്തിയതിന് പൂർണ്ണമായിട്ടും റിപ്പോർട്ടിങ്ങിൽ പൂർണ്ണസമയ പത്രപ്രവർത്തനം എത്രയോ കാലം 10-40 വർഷത്തോളം ഉണ്ടായിരുന്നു.
ആ സമയത്തൊക്കെ എത്രയോ കാലമായിട്ട് റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ കേൾക്കുന്ന കേൾക്കുന്നതല്ല, അന്നത്തെ സമയത്ത് പത്രങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു തലക്കെട്ടിന് ഒരു വാക്ക് ഈ കേരളത്തോട് അവഗണന എന്നുള്ളതായിരുന്നു. കർണാടകക്കാരനായ ജാഫർ ഷെരീഫ് ജാഫർ ഷെരീഫ് റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഒരിക്കലും പോയിരുന്നു, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ആ സലൂണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതെ, അതെ. ഞങ്ങൾ അന്ന് ഇടിച്ചു കയറിയിട്ട് കുറെ കാര്യങ്ങൾ ആവർത്തിച്ച് അക്കമിട്ടുകൊണ്ട് ചോദിച്ചു കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ. ഒരു കാര്യമായ മറുപടി ഉണ്ടായില്ല. ഞങ്ങൾ നല്ലൊരു ഹെഡിങ് കിട്ടും, കേരളം സ്വർഗരാജ്യമാക്കി തരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവഗണനയുടെ കാര്യം എന്ന് പറയുന്നത് അന്നേ തുടങ്ങിയിട്ടുള്ളതാണ്, ഇത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോ കുറെ കൂടി, കാരണം ഒരു തരത്തിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് കടുംപിടുത്തം കാണിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതേ ഉണ്ടാകും. മാത്രമല്ല, എനിക്ക് ഏറ്റവും പറയാതിരിക്കും, കോൺഗ്രസിന് മാത്രം പറ്റിയല്ല, ഇവിടെ ഒരു ജയിച്ചുപോയ MP ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു മന്ത്രിയായിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം ഈ ഒരു അവഗണനയെ എന്താണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചതെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദയനീയമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ പ്രതിനിധികളായിട്ട് അവിടെ പോകുന്നത് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്.